കേറിക്കോ. സീനോ മൈലാഞ്ചി കാണിച്ചോ? സിനിമ എന്നെ കൊടുന്നില്ല. എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. സങ്കടമല്ല, അവൾ ഉണ്ടാക്കിയതാ, ഉണ്ടാക്കി കരഞ്ഞതാണ് ആളാവാൻ വേണ്ടിട്ടേ. കേട്ടോ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയും നാത്തനും ഭയങ്കരമായിട്ട് കരഞ്ഞു ഗൈസ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എൻ്റെ മാപ്പിള ചിരിച്ചു കാണ്ടിന്ന് അങ്ങനെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നാണ് ഗൈസ്. ബലക്കെട്ടോ അവിടെ ഇരിക്കുന്നത്. ഞാനെല്ലാം ഇരിക്കണം ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോ കുട്ടീസൊക്കെ ഉണ്ട്. അങ്ങോട്ട് വാ. ഓള് സഞ്ജുവിനെ കാണാൻ വേണ്ടി പോകണം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഒന്ന് എല്ലാരും കൂടി കൂടിയിരിക്കണു. അപ്പൊ എന്തായാലും മനസ്സിലായിക്കോളി, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും അല്ലേ. അപ്പൊ ഒന്ന് ഷിനുവിനെ പ്രസവത്തിന് കൊണ്ടുവരണല്ലേ. അതെ, ഇവിടെ താത്താനെ പ്രസവത്തിന് കൊണ്ടുവരാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ മാറ്റി തന്നുകൂടെ. എന്തിനാ മാറ്റി നിൽക്കണമെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ പോകണ്ടിച്ച് കൊണ്ടോ? ഇജ്ജും പോകണ്ടോ? ഞാൻ ബ്ലിങ്ങായില്ല. ഈ അജ്ജ് പോകണില്ല. ഇപ്പൊ ലൈനല്ല പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ മുട്ടായും കേക്കൊക്കെ വാങ്ങാൻ പോണ്ടേ. അത് അജു എല്ലാവരും ഉണ്ട് കേട്ടോ. കുട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസും അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ അനുവിനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ കാക്ക എടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കൂലേ. ബാക്കിയുള്ളതൊക്കെ അനു അവിടെ നിന്ന് എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കടന്നാലോ. ആ എന്താണ് ഈ സിനിമകളെ തിന്നണ്ടേ? നമ്മളെ വീഡിയോഗ്രാഫർ ഉണ്ടോ അവിടെ ഇരിക്കണേ? അങ്ങനെ ഗായ്സ് പോവാനുള്ളവരൊക്കെ വണ്ടിയിലിരുന്നു. ആദ്യം തന്നെ ഉസ്താദ് കയറിയിരുന്നു. പിന്നെ 2 പെൺപടകളുണ്ടായിരുന്നു, അതുപോലും കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവ് ചെയ്യണത് ഓളപ്പം തന്നെയാണ് ഞങ്ങൾ അപ്പ. അങ്ങനെ ഓല് പോവാണ് കേട്ടോ. ഞാൻ എടുത്ത വീഡിയോ അല്ല കേട്ടോ, അതൊന്നും കസിൻസ് എടുത്തതാണ്. പോയ ആൾക്കാരെ കയ്യിലായിരുന്നു കേട്ടോ ഫോണ് ഫുള്ള്. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. നാത്തുവിന്റെ ചെറുതാണ്, വലുതാണ്. ഒരു ഹായ് കൊടുക്ക്. യൂട്യൂബിലൊക്കെ വരും, കൊടുക്ക് ഹായ് കൊടുക്ക്. ഒരു മോഡലിന്റെ ആശാനാണ് ഗൈസ്. രണ്ടാളും പർപ്പിളാണല്ലോ. ഞങ്ങൾ രണ്ടാളും എപ്പോഴും മാച്ച് ചെയ്യാറില്ല. ശരിയാ ഗൈസ്. എല്ലാം പേക്കാക്കി വെച്ചിട്ടുണ്ട്. പോയാൽ മാത്രം മതി. പേക്കാക്കി എടുക്കണി. അങ്ങനെ ഇന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നാണ് ഗൈസ്. ബലക്കട്ടാ അവിടെ ഇരിക്കണ്ട്. ഞാനെല്ലാം പേക്കാക്കി ഇങ്ങനെ റെഡി ആയിരിക്കാണ് ഗൈസ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അവൾക്ക് തീരെ താല്പര്യമില്ല ഗൈസ് നിന്നെ പറഞ്ഞേക്കാൻ. ഓക്ക് എന്നോട് ഇവിടെ ആകെ ഒരു സ്നേഹമുള്ളത് അല്ലേ. എന്റെ മാപ്പിള പിന്നെ എന്താടി. അതെ, അവർക്ക് എന്തിട്ടേലൊക്കെ തരും. അപ്പൊ അവൾക്ക് ഭയങ്കര സ്നേഹം. ഞാൻ പോകുന്ന ഭയങ്കര സങ്കട ഗൈസ്. പക്ഷെ ആന്റി വേണ്ട പറഞ്ഞിട്ട് അത്ര നിർബന്ധിച്ച് വേണോന്ന് ആന്റി. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു. അതെ, അതുകൊണ്ടാട്ടോ ഓൾ തരാത്ത. അല്ലെങ്കിൽ പോൾക്ക് തന്നീന്. പിന്നെ ഓരോ
ഷോയൊക്കെ കഴിഞ്ഞ് പിന്നെ ഷിനു മാറ്റിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അടിപൊളി ഫുഡൊക്കെ ഓല് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ച ആൾക്കാരൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണെന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ 2 കുരുന്നുകളാണ് പോയത് ലേഡീസായിട്ട്. അപ്പോൾ ഇവർ ഒരാൾ വീഡിയോ എടുക്കും, പിന്നെ കൊയങ്ങും മറ്റാളെടുക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓളെ ഉപ്പയും മോലിയരൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസൊക്കെ നമ്മളെ ഇനുവാണ് സെറ്റാക്കിയത്. ഇനു മന്തിയാണ് കഴിച്ചത്. അപ്പോൾ ഓള് പറഞ്ഞു മോളിത്താത്ത ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ ഇവർ വീഡിയോ എടുക്കാനൊക്കെ. ഞാൻ ഫോൺ കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ സെറ്റാക്കി തരാം, വീഡിയോ എടുത്തരാം എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു തന്നെ ഫുഡ് കഴിക്കലും വീഡിയോ ഒക്കെ നോക്കലും ഓൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് കേൾക്കോ കാലിന്റെ കാല് ഇറങ്ങാൻ കഴിയുമോ? സ്ഥലം ഉണ്ടോന്ന് ഇറങ്ങാം. അങ്ങനെ പിന്നെ അപ്പം കാറൊക്കെ പാർക്ക് ചെയ്ത് ഓൾക്ക് ഇറങ്ങാൻ പാകത്തിനാക്കി കൊടുത്ത് പിന്നെ നമ്മളെ മാമന് ഡോറൊക്കെ തുറന്നു കൊടുത്ത് പിന്നെ ഓളോട് അവിടുന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ കൂടെ പോകണം, ബാക്കിൽ കൂടെ പോകരുതെന്നൊക്കെ. അപ്പോൾ ഓള് ബാക്കിൽ കൂടെ പോകാൻ നിന്നപ്പോൾ പറഞ്ഞു ഇതിൽ കൂടെ പോയാൽ മതി, ഫ്രണ്ടിൽ കൂടെയാണ് പോകാറ്. അപ്പോൾ ഓൾ ആകെ അന്തപ്പെട്ടുകൊണ്ട് എന്താ അതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അതൊക്കെ ആചാരമാണ്, ഫ്രണ്ടിൽ കൂടെ പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ കൂടെ പോകുന്ന മോലിയരെ നമ്മൾ ഫേസ് ഒന്ന് മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ഷീനു ഇതാ ഫ്രണ്ടിൽ കൂടെ തന്നെ കയറുകയാണ്. അപ്പോൾ ഓൾ ഇതേപോലെ പിന്നത്തെ ഡോറൊക്കെ അടച്ചിട്ടോ ഫ്രണ്ടിൽ കൂടെ കയറണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ. കാരണം നമുക്കതൊന്നും അറിയില്ല, കാരണം ഓരോ ആചാരങ്ങളാണ്, അതിനനുസരിച്ച് പോവും, അങ്ങനെയാണ് കേട്ടോ വിശ്വാസം, അതല്ലേ എല്ലാം അല്ലേ. അതേപോലെ ഓൾ ഫ്രണ്ടിൽ കൂടെ കയറുകയാണ്. അങ്ങനെ കയറണൊക്കെ കണ്ടോളി. മൈലാഞ്ചി കാണിച്ചോ? ഹായ് ഗൈസ്, ഇതാ കൊട്ട, ഹോസ്പിറ്റൽ ബാഗ്. ഗൈസ് ഇതിനെന്തോ കുട്ടിയുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണോ? അടിപൊളിയായിക്കണു കൊട്ട. അതുപോലെ എങ്ങനെ ഉണ്ട്? ഇവിടെ സ്പെഷ്യൽ തേങ്ങാച്ചോറും ബീഫും പപ്പടും പിന്നെ ഉള്ളിസുർക്കി ഉണ്ട് അല്ലേ. ഇവിടെ ഓരോരുത്തര് ചോറ് തിന്നണോ? അവനാളെ വിളിച്ചണൊന്നുമില്ല, ചോറുന്നാണ്. LKG കുട്ടിയാക്കി പഠിച്ചോനെ, LKG കുട്ടിയാക്കിക്കണു ഇതിനെ. സ്കൂളിൽ പോയപ്പോൾ വരെ എപ്പോഴും ഇങ്ങനെ മുടഞ്ഞിട്ടുണ്ടാവില്ല. മാലാക മന് ഭയങ്കര പരിപാടിയിലാട്ടവിടെ ഫോണിൽ എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ഞാൻ എന്റെ മുടി മുടഞ്ഞിട്ടാണ് കണ്ടത് രാവിലെ നമുക്ക് നിറച്ച് ലൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും നീലെടുക്കാൻ പോവാണ്ട് ഗൈസ്. ഇതില് പച്ചല്ല, എന്റെ ഫേവറേറ്റ് ഇല്ല. അപ്പൊ ഞങ്ങളുടെ കണ്ട് ഇതിന്റെ നീലുണ്ട്, അതില്ല ഗൈസ്, ഇതൊന്നല്ല ഇതിൽ സ്പെഷ്യൽ ആയിട്ട് വേറെ ഇഷ്ടപ്പെട്ട മുട്ടായി ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലാക്കാം. ഫ്രിഡ്ജിലോ? ഞങ്ങളിപ്പോ പോകുന്നുണ്ട്. കായില്ലാത്തവർക്ക് ഇറച്ചിക്കും പോലെ നിക്കണൊക്കെ ഇത്. ഇവിടൊക്കെ ജിലേബി ഒക്കെ അങ്ങോട്ട് മാറിക്കാൻ വാങ്ങി കൈയാട്ടിന് വാങ്ങിക്കണ്ടില്ലേ.
ചെറിയ കുട്ടിയാളെ മാതിരി മെലഡി ഉണ്ട് കേട്ടോ. കുഞ്ഞാവ് കൊടുക്കണം. അനക്കെന്താണ് വേണ്ടേ? ഇവിടെ എല്ലാരും ലേസ് തിന്നോ. അപ്പൊ എനിക്ക് വേണ്ടേ, എനിക്ക് മെലഡി വേണ്ടേ? മെലഡി കിട്ടിയില്ല. ആ തിന്നൂടെ ഉണ്ട്. ആരെ എടാ എന്റെ കുട്ടിക്ക് കവർ കൊടുത്തോലെ? ആരാ ഇതിലാരാ എന്റെ കുട്ടിക്ക് കവർ കൊടുത്തോലെ? ആ ഇപ്പനെ ഞാൻ കാണിച്ചു. ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇതിന്റെ ടേസ്റ്റ് ഓളെന്നെ പറയും. ഇങ്ങനെയുണ്ട്? ഉണ്ടോ? ഇതൊക്കെ തിന്നോ? എപ്പോഴാണെങ്കിൽ തിന്നും. പക്ഷെ ഇപ്പൊ ഏതായാലും എല്ലാവർക്കും ഓരോന്ന് കൊടുത്തത് ഒക്കെ നോക്കി നണഞ്ഞിരിക്കണം. അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കൊണ്ടുവച്ച് തരാം. ഇവിടെ ചീസ് റോള് കഴിക്കാൻ ആരൊക്കെ ഉണ്ട്? ഇതൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. അതാ ആ കഷ്ണത്തിന് വേണ്ടി തിരക്കൂടുന്നു ജാതികള്. അപ്പൊ ഇതാ ചെറിയ ചെറിയ പീസാൾ എല്ലാരും കഴിച്ചു നോക്കൂ. ടേസ്റ്റ് ഉണ്ടോ പറയൂ. ഇങ്ങനെന്താ ഇങ്ങനെന്തേ? എടാ ചളി അടിച്ചല്ലേ കേട്ടോ. ചിത്രം കാട്ടി നോക്കും മോളെ. ഏണ്ടാ മോളെ? കഴിഞ്ഞ പ്രാവശ്യം കാരണം വീഡിയോ തന്നെ ഡിലീറ്റ് ആയി പോയി. എങ്ങനെയുണ്ട്? കൊച്ചിന് വീഡിയോ നിൽക്കാൻ മടി ഒക്കെ മടി നമുക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല കൈസോൾ. പിന്നെ നമ്മളത്രയും മുന്നിൽ ഇങ്ങനെ വരാത്തോണ്ടുള്ള ചെറിയ നാണം. അതാണ് പറയണത്. ഗൈസ് ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ്. ഒക്കെ വലിഞ്ഞ് കയറി വരും ക്യാമറ ഉണക്കിയാണ്. അതാണ് വിഷയം. ഷിനുവാ എന്നെ കൊടുന്നില്ല. എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സങ്കടമാണ് കൈസ്. സങ്കടമല്ല, ഓൾ ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കി കരഞ്ഞതാണ് ആളാവാൻ വേണ്ടിട്ടേ. കേട്ടോ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. എന്റെ അമ്മേനും നാത്തനും ഭയങ്കരമായിട്ട് കരഞ്ഞു കൈസ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എന്റെ മാപ്പിള ചിരിച്ചു കാണ്ടി പക്ഷെ എന്നാലും എനിക്ക് കുറച്ചൊക്കെ സങ്കടം ഉണ്ട്. ഇവിടെ എത്തിയപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇവിടെ കസിൻസിനെ എല്ലാരും കണ്ടപ്പോ നമ്മള് ഡബിൾ ഓക്കെ ആയി. ഇനി ഞങ്ങള് പോകുമ്പോ ഇവള് ഒറ്റക്കാവും. ഞങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാ പോകും. വീഡിയോയിൽ വരാൻ ചമ്മലാണ് കൈസ്. ഇത് അമ്മേന്റെ മോളാണ്. എനിക്ക് വലിയ ചമ്മലൊന്നും ഇല്ല. ഞാനും മാടില്ലായിരുന്നു. ഇത് ഞാനും മാനില്ലാത്ത സാധനമാണ്. ഞങ്ങള് പോണതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ കൈസ്. അപ്പൊ ഒളിഞ്ഞി പോണതും മാർക്കറ്റിൽ നിർത്തണതും പച്ചക്കറി അങ്ങനതൊക്കെ കാണാം. ഞാൻ പച്ചക്കറി ഒന്നും വാങ്ങണില്ല. ഓടുന്നു ഓള് പട്ടിണിയാണല്ലോ. അപ്പൊ ഒന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകണേ. ഞങ്ങള് ഇനി പിന്നെ ഒരു വീഡിയോയിൽ കാണും അല്ലെ? ഇനി തുടർച്ചയായിട്ട് ഇൻഷാല്ലാ ഞങ്ങളെ വീഡിയോസ് ഇക്കാരം ഇനി ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ ബൈ. സിനിമോളെ എല്ലാരോടും ചാച്ച സ്റ്റൈലാക്കണ്ട. ഞങ്ങൾ പോവാൻ ചാച്ച. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോരുന്നത്. അപ്പം തന്നെ അസിമോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് അവിടെ നിന്ന് പോരാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പോരേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടിക്ക് വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പടപ്പറമ്പ് എത്തിയാൻ നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അസിമോൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ആ ഓട്ടോയിൽ കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗായ്സ് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തത് എൻ്റെ കസിൻസാണ് കേട്ടോ. പിന്നെ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫാമിലി കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിനുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഓരോരുത്തർ ഇങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ചിലപ്പം കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.